തിരുവാറന്മുള തിരുവുത്സവം കാണുവാൻ നമുക്കൊന്ന് പോയാലോ? പോകാം. നമുക്ക് SD ചാനലിലൂടെ നമുക്ക് ഒന്ന് ആസ്വദിക്കാമത്. അപ്പോൾ തിരുവുത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ആ കയറുന്ന വഴിക്ക് മുതൽ വൃത്തി ആയിട്ട്, അതായത് നല്ല ദീപാലങ്കാരം മുതൽ ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമായ രീതിയിൽ അവിടെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരുവാറന്മുള ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം അതിമനോഹരമായ ആകാശ വിസ്മയങ്ങൾ തീർക്കുന്ന അവിടെ. അപ്പോൾ അത് വെച്ച് നമ്മൾക്ക് അതിൻ്റെ ഫ്രണ്ട് വശം നല്ല രീതിയിൽ നമുക്ക് തിരുവാറന്മുളയപ്പൻ്റെ സഹായത്തോടുകൂടി അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കാര്യങ്ങൾ ഒന്ന് കാണാം. ഒപ്പം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലെ കാര്യങ്ങളും നമുക്ക് കാണാം. എല്ലാ വർഷവും നമുക്കറിയാം, നമ്മൾ രാവിലെ സമയങ്ങളിലാണ് നമുക്കവിടെ പോയി നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതി ഒന്നാം ദിവസമായ ഇന്ന് നമ്മൾ വൈകുന്നേരം, പ്രത്യേകിച്ച് നല്ല ആളുകൾ കൂടുതൽ വരുന്ന സമയമാണ് ഇന്നലെ, ഒന്നാം ദിവസമായ ഇന്നലെ. അതിനൊരു കാരണം കൂടിയുണ്ട്. 8 മണിക്ക് നമ്മുടെ വയലിൻ വിസ്മയം തീർത്ത ഗംഗ മോളുടെ അതിമനോഹരമായ വയലിൻ ഫ്യൂഷൻ ഒന്നാം ദിവസം അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം കൊടിമരത്തിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകൾ അതിമനോഹരമായ രീതിയിലാണ് ക്ഷേത്രത്തിന് ഉൾവശം മുഴുകയും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം അതിമനോഹരമായ ഫ്ലോട്ടുകൾ ടൈപ്പിലുള്ള ദൃശ്യവിരുന്നുകളും അവിടെ കൃത്യമായിട്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അതിൽ 3-4 ഫ്ലോട്ടുകളുടെയും മറ്റും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് SD ചാനലിൽ പകർത്തുവാൻ സാധിച്ചു. അത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു. നമുക്ക് കാണാം അതിമനോഹരമായ കൃഷ്ണൻ്റെയും രാധയുടെയും ഊഞ്ഞാലിൽ ആടുന്ന ഒരു ഫ്ലോട്ടാണ്. മനോഹരമായിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു സംഘാടകർ. രാത്രിയിൽ അതിൻ്റെ ആ കാഴ്ച കാണാൻ ഒരു വേറിട്ട ഭംഗി തന്നെയാണ്. അത് പോയിട്ടില്ലാത്ത ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പല ദേവീ ദേവന്മാരുടെയും ഫ്ലോട്ടുകൾ വളരെ മനോഹരമായിട്ട് തിരുവാറന്മുള ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ SD ചാനലിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ കൊടിമരം രാവിലെ ഉയർത്തിയത് നമ്മൾ കണ്ടിരുന്നു, കൊടിയേറിയത്. അപ്പോൾ ആ കൊടിയേറിയ ദൃശ്യങ്ങളും നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് രാത്രി വേളയിലും നമ്മൾ കൃത്യമായിട്ടത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലെത്തിക്കുകയാണ്. അപ്പോൾ അതിന് തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ സ്വാമി അയ്യപ്പൻ്റെ ഫ്ലോട്ട് വളരെ വൃത്തിയായിട്ട്, വളരെ മനോഹരമായിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആളുകൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയും മറ്റും എടുക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യത്തിൽ കാണാം. എന്ത് മനോഹരമാണെന്ന് നോക്കി. ആ 18 പടിയുടെ സങ്കല്പത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിളക്കുകളും കാര്യങ്ങളും എല്ലാം തെളിയിച്ച് ആ ഫ്ലോട്ട് ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കണ്ടിട്ടില്ലാത്തവർ രാത്രി വേളയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. അതോടൊപ്പം നമുക്കവിടെ തൊഴുവാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കമ്മിറ്റിക്കാരും അവിടുത്തെ ആനുകൂല്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷത്തേൽ ഉപരിയായിട്ട് ആറന്മുളയിൽ കാണുവാൻ സാധിക്കും. അതായത് ക്ഷേത്രത്തിൻ്റെ, നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ, നമ്മൾ കയറുന്ന ഭാഗം മുതൽ ക്ഷേത്രത്തിന് ഉള്ളുവരെയും വളരെ വൃത്തിയായിട്ട്, രാവിലെ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. രാത്രി സമയങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായി നമുക്ക് കാര്യങ്ങൾ കാണാം. കൊടിയേറി കിടക്കുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് നമുക്ക് ഇതിനകത്ത് പകർത്തി നിങ്ങളിലെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഗംഗമോളുടെ ആ മാന്ത്രിക വിരൽ കൊണ്ട് മീട്ടുന്ന വയലിൻ ഫ്യൂഷൻ തുടങ്ങുവാൻ സമയമായി. അപ്പോൾ നമുക്ക് അത് കാണുവാനായി നിരവധി ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ അതിനകത്ത് തടിച്ചുകൂടിയ രംഗങ്ങളാണ് നിങ്ങൾ SD ചാനലിലൂടെ കാണുന്നത്. നമുക്ക് SD ചാനലിലൂടെ നമുക്ക് ആ വയലിൻ ഫ്യൂഷൻ കാണാം. ഒപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ തിടമ്പ് ഭക്തിനിർഭരമായ വയലിൻ ഫ്യൂഷൻ അവതരിപ്പിക്കുവാനായി ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിയിട്ടുള്ള കുമാരി ഗംഗ ശശിധരനെ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശ്രീ പാർത്ഥസാരഥിയുടെ നാമധേയത്തിൽ
പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ വിജയൻ നടമംഗലത്ത് അവർ പൊന്നാടയണി ഒരു ചെറിയൊരു വയലിൻ ട്യൂഷനോടുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം സ്വന്തം എസ് പി ചാനൽ. ബൈ ബൈ. Thank you.